നിങ്ങൾ പോട്ട്ലക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് ആണ്. അവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ അവരവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതൊരു മെയിൻ ഡിഷ് ആവാം, ഒരു സൈഡ് ഡിഷ് ആവാം, അതും അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ആവാം. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. അത് ആ ഗ്യാതറിങ്ങിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തികയണം. ഇപ്പോൾ ഒരു 50 പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളൊരു ഡിഷും കൊണ്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഡിഷ് ഈ 50 പേർക്കും തികയണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. 1930s ഗ്രേറ്റ് ഡിപ്രഷൻ എറിയുന്ന സമയത്താണ് ആളുകൾ കൂടുതലും പോട്ട്ലക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. അപ്പോൾ ഉള്ളതെന്താണോ അതെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നൊരു കാര്യമായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഒട്ടും തന്നെ സാധനങ്ങൾ കിട്ടാണ്ടായിട്ട് വാട്ടർ പൈ പോലെയുള്ള സാധനങ്ങൾ വരെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെള്ളമാണ്. പിന്നെ ഒരു പൈ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് മാവ് ഒരു പൈ പോലെ ആക്കിയിട്ട്, ഒരപ്പം പോലെ ആക്കിയിട്ട് അതിന് നടുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് കുറച്ച് വാനില എസൻസ് ഒക്കെ ഇട്ടിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു അത്. അതായത് ഒട്ടും തന്നെ ആൾക്കാർക്കൊന്നും കഴിക്കാനില്ലാത്ത സമയത്തായിരുന്നു ആൾക്കാർ പോട്ട്ലക്കുകൾ വെച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ചർച്ചിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടികളിൽ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് പോട്ട്ലക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അതല്ലാതെ പിന്നെ മാച്ച് മേക്കിങ്ങിൻ്റെ സമയത്ത് ആൾക്കാർ തമ്മിൽ പരിചയപ്പെടാൻ അപ്പം പല അവരുടെ ഫേമസ് ഡിഷസ് കൊണ്ടുവന്ന് എല്ലാവരും കൂടി കഴിക്കാനൊക്കെ തുടങ്ങി. ഇത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിവിടെ സ്റ്റുഡൻസ് മാത്രമുള്ളപ്പം പലപ്പോഴും ഈ ഓണം, വിഷു പോലെയുള്ള പരിപാടികൾക്ക് സദ്യ ഒന്നും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പം ഞങ്ങൾ പോട്ട്ലക്ക് ചെയ്യും. അപ്പം എല്ലാവരും അവനവന് പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ആരുടെയെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ അതിന് പല ഗുണങ്ങളുണ്ട്. നമ്പർ 1 എന്താണെന്നറിയോ? ഈ എൻറ്റയർ സദ്യ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു ലേബർ അത് ഡിവൈഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. എല്ലാവർക്കും 1-2 ഡിഷസ് ഉണ്ടാക്കിയാൽ മതി. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഉപ്പും ശർക്കര വരട്ടിയും മേടിച്ചുകൊണ്ട് വന്നാൽ മതി. ചോറ് ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് വലിയൊരു പ്രൊഡക്ഷൻ, അതിൻ്റെ തലവേദനയില്ല, അതിൻ്റെ ബുദ്ധിമുട്ടില്ല, ആർക്കും ഒരു മടുപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും. രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിയുമ്പം അവസാനം നമുക്ക് ഈ സാധനം കഴിക്കാൻ പറ്റാതെ മടുത്തു പോകും നമ്മൾ. പല ആൾക്കാരുടെയും വീട്ടിൽ സ്ത്രീകൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് വന്നിട്ട് അവർ നിർത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും, കഴിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ അവസ്ഥ ഇല്ലാണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താ, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാവില്ല. അതായത് ഈ മൊത്തത്തിൻ്റെ കോസ്റ്റും ഡിവൈഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്, എൻറ്റയർ സദ്യയുടെ കോസ്റ്റ്. അപ്പോൾ ഒരാൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ ഒരു സദ്യ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ അത് ഹോം കുക്ക്ഡ് ആയിരിക്കും, നമുക്ക് നല്ലോണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്ക് യാതൊരു പിന്നെ ബന്ധുക്കളെ കാണാൻ പറ്റാതിരിക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു പോട്ട്ലക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റപ്പെടലുണ്ടാവില്ല. എല്ലാ ആൾക്കാരും ഒരുമിച്ച് വരുന്നു, കുറേ നേരം വർത്തമാനം പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാർഡ് ഗെയിംസ് അല്ലെങ്കിൽ ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ കഥ പറയുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവിടെ ബിൽഡാവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ പല ഗുണങ്ങളും ഉള്ള ഒരു കാര്യമാണ് പോട്ട്ലക്ക്. ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതേപോലെ ഓണവും വിഷുവൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കറി, പിന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഇല, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടിട്ട് സ്കൂളിൽ ടീച്ചേഴ്സ് ഇത് വിളമ്പിത്തരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ. അതുണ്ടായിരുന്നോ നിങ്ങൾക്കൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ നിങ്ങൾ എന്തായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നതാണോ, അതോ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പല വീടുകളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഓരോരോ ഡിഷസ് എടുത്തുകൊണ്ട് വരുന്നതാണോ? എനിക്കതിനകത്ത് വേറെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ടേസ്റ്റായിരിക്കും നമ്മുടെ ഫുഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾ ഭയങ്കര എപ്പോഴും യൂസ്ഡ് ആയിരിക്കുമല്ലോ. പക്ഷേ അതല്ലാതെ തന്നെ പല വീടുകളിൽ നിന്നുള്ള ആൾക്കാർ പല ടേസ്റ്റുള്ള കറികളൊക്കെ വെച്ചിട്ട് വരുമ്പോൾ അതിനൊരു പുതിയൊരു ഫീലും കൂടെയുണ്ട്. ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഭക്ഷണത്തിനെക്കുറിച്ച് സംസാരിച്ചത്. നിങ്ങൾ എപ്പോഴെങ്കിലും പോട്ട്ലക്ക് ചെയ്തിട്ടുണ്ടോ? പിക്നിക്കിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇലയിൽ എല്ലാ സാധനങ്ങളും കൂടി ഇട്ടിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് കുറച്ച് സ്വാദ് കൂടുതലുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?